ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കേരളത്തിൽ ഏറ്റവും കമ്മിയാണ്, നല്ലതാണ്. പക്ഷെ അതിന്റെ അണ്ടർലൈൻ ഫാക്ടർ ഒന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ യൂത്ത് മൈഗ്രേഷൻ കേരളത്തിൽ നിന്നാണ്. അപ്പൊ യൂത്ത് അല്ലേ കുട്ടികൾ ഉണ്ടാക്കുന്നത്? അപ്പൊ കുട്ടികൾ ഉണ്ടാക്കുന്ന യൂത്ത് ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇൻഫന്റ് മോർട്ടാലിറ്റി കമ്മിയാവില്ലേ? ഈ ഒരു പ്രസ്താവനയെ പരിഹസിക്കുന്ന തിരക്കിലാണ് ഇന്ന് ചില മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലെ കോൺഗ്രസ് CPM ഹാൻഡിലുകളും. ഇങ്ങനെ പരിഹസിക്കപ്പെടേണ്ടതാണോ ആ പ്രസ്താവന? പതിറ്റാണ്ടുകളായുള്ള ഇടതു വലതു ദുർഭരണത്തിന്റെ ഫലമായി കേരളത്തിൽ നിന്നും യുവാക്കൾ വൻതോതിൽ കുടിയേറ്റം നടത്തുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇത് സ്വാഭാവികമായും കേരളത്തിലെ പ്രത്യുത്പാദന നിരക്കിനെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ TFR അഥവാ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് വെറും 1.3 ആഗോള സ്റ്റാൻഡേർഡ് പ്രകാരം ഒരു സമൂഹത്തിന്റെ സ്ഥിരതയാർന്ന ജനസംഖ്യയ്ക്ക് പോലും TFR 2.1 ആകേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള കുടിയേറ്റം പ്രത്യുത്പാദനത്തെ കാര്യമായി ബാധിക്കുന്നു. കേരളത്തിൽ കുട്ടികളുടെ ജനനം കുറവായതിനാലും നിലവിലുള്ള ആരോഗ്യ സംവിധാനത്തിന് ഈ കുറഞ്ഞ ജനനത്തെ മാനേജ് ചെയ്യാൻ കഴിയുന്നതിനാലും മാത്രമാണ് കേരളത്തിൽ ശിശുമരണ നിരക്ക് കുറഞ്ഞിരിക്കുന്നത്. ഈ യാഥാർത്ഥ്യം പറഞ്ഞതിന്റെ പേരിലാണ് രാജീവ് ചന്ദ്രശേഖരെ പരിഹസിക്കുന്നത്. ഇനി കൂടുതൽ മനസ്സിലാകാൻ ഒരു കാര്യം കൂടി പറയാം. കേരളത്തിൽ അധികം കുടിയേറ്റം നടക്കാത്ത സ്ഥലമാണ് അട്ടപ്പാടി. അവിടെ ശിശുമരണ നിരക്ക് എത്രയാണെന്നറിയാമോ? ഏതാണ്ട് 66. രാജീവ് ചന്ദ്രശേഖരന്റെ വാക്കുകൾ എത്ര കൃത്യമാണെന്ന് ഇതിലൂടെ വെളിവാകുന്നു. കേരളത്തിലെ കുടിയേറ്റം എന്ന വിവക്കിനെ കുറിച്ച് സംസാരിക്കുന്നതിനിടെ നടത്തിയ ഒരു പരാമർശത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് നിങ്ങൾ നടത്തുന്ന പരിഹാസം കൊണ്ടൊന്നും സത്യത്തെ മറച്ചുവെക്കാനാകില്ല.